അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ഭയങ്കരമായ വിവാദം, രാമക്ഷേത്രത്തിലേക്ക് കിട്ടിയ സംഭാവനകൾ അതിൻ്റെ ഭാരവാഹികളിൽ ചിലർ ഡൈവേർട്ട് ചെയ്തു. അതിഭയാനകമായ കൊള്ളിവെപ്പാണ് അവിടെ നടത്തിയിട്ടുള്ളത് എന്ന വാർത്ത. അത് വെറും ഗുണ്ടല്ല, അടിസ്ഥാനമുള്ള വാർത്തയാണ്. ഇതിൻ്റെ പുറകിൽ ഈ സംഘപരിവാർ ശക്തികൾക്കും അവർ നിയന്ത്രിക്കുന്ന ട്രസ്റ്റിനും അതിൻ്റെ ഭാരവാഹികൾക്കും വലിയ പങ്കുണ്ട്. ഇവിടെ ഈ മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ദേവസ്വം ബോർഡ് കൊള്ളയടിച്ച് പോക്കറ്റ് വീർപ്പിക്കുകയാണ്, ഹിന്ദു ദേവീ ദേവന്മാരെ കവർ ചെയ്യുകയാണ് എന്ന് നിരന്തരം വിലപിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറുകാർക്ക് ദീർഘനിലയ്ക്ക് കിട്ടിയ ഒരു വലിയ അടിയായിപ്പോയി ഈ അയോധ്യയിൽ നിന്നുള്ള വാർത്ത. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് ചില അഭിപ്രായങ്ങളുണ്ട്. അതിന് വിരുദ്ധമായ ചില അഭിപ്രായങ്ങൾ RSS ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ചില അഭിപ്രായങ്ങൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനുണ്ട്. മൊത്തത്തിൽ RSS നേതാക്കന്മാരുടെ ഇടയിലും BJPക്കാരുടെ ഇടയിലൊക്കെ വലിയ ആശയ സംഘടനം ഉണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് അവരുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ക്രിമിനൽ കേസ് ഒരു വഴിക്ക് പോകുന്നു. ഇനിയിപ്പോൾ ഈ ഭാരവാഹികളുടെ പേരിൽ എന്തൊക്കെ നടപടി ഉണ്ടാവും, ആരുടെയൊക്കെ വീട് പൊളിക്കും, എന്തൊക്കെ ഗുണ്ടായുസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അരങ്ങേറും, ആരെയൊക്കെ അറസ്റ്റ് ചെയ്യും, ഇവിടുത്തെ സ്വർണ്ണക്കൊള്ള പോലെ ആകും, ദേവസ്വം ബോർഡ് മെമ്പർമാരെല്ലാം അന്വേഷണം അവസാനിക്കും, അതോ അവിടുത്തെ കടകംപള്ളിയിലേക്കും അതുപോലെ വാസവനിലേക്കൊക്കെ അന്വേഷണം നീണ്ടു ചെല്ലുമോ എന്ന് നമുക്കറിയില്ല. അതെന്തെങ്കിലും ആവട്ടെ, നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ഈ ഉത്തർപ്രദേശിൽ അടുത്ത കൊല്ലം 2027 ഫെബ്രുവരി മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഉത്തർപ്രദേശ് വിധാൻസഭ എന്ന് പറയും, വിധാൻസഭയുടെ കാലാവധി വരുന്ന മാർച്ച് മാസത്തിൽ അവസാനിക്കും. കൃത്യമായിട്ട് പറഞ്ഞ ഒരു 7 മാസമേ ബാക്കിയുള്ളൂ. 7 മാസത്തിനകത്ത് തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം റേഷൻ അരിയല്ല, ക്രമസമാധാന പരിപാലനമല്ല, ജാതി സെൻസസ് പോലുമല്ല, നേരെ മറിച്ച് ഈ രാമക്ഷേത്രമാണ്. രാമൻ്റെ പേര് പറഞ്ഞിട്ടാണ് ആളുകളെ ഇളക്കി മറിച്ച് BJPക്കാർ അധികാരത്തിൽ വന്നത്. ഇപ്പോഴത്തെ കാര്യമല്ലാണ്ട് പറഞ്ഞത് 1991 BJP ആദ്യം അധികാരത്തിൽ വന്ന സമയത്ത് കല്യാൺ സിംഗ് മുഖ്യമന്ത്രിയായത് അങ്ങനെയാണ്. അതിനു മുമ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം ബാലികാറാമലായിരുന്നു ഉത്തർപ്രദേശ്. ആ തെരഞ്ഞെടുപ്പിലാണ് ഇവർ ആദ്യമായിട്ട് അവിടെ അധികാരം പിടിച്ചത്. ഉത്തർപ്രദേശിൽ നിന്ന് ഒരുപാട് സീറ്റുകൾ ലോക്സഭയിലേക്ക് ജയിപ്പിച്ചത്. അന്ന് മുലായം സിംഗുള്ള കാലമാണ്. വേറെ ഒരുപാട് പ്രഗത്ഭന്മാരുണ്ട്. പക്ഷേ രാമനെ മുൻനിർത്തിയിട്ട് ഇവർ അധികാരം പിടിച്ചു. പിന്നീട് ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷം BJP പിന്തള്ളപ്പെട്ടു പോയെങ്കിലും വീണ്ടും അവർ പലതവണ അധികാരത്തിൽ വന്നു. പക്ഷേ ഏറ്റവും സംശയലേശമില്ലാത്ത ഒരു വിജയം 2017 BJPക്ക് ഉണ്ടായതാണ്. BJPയുടെ വിജയശില്പി എന്ന് പറയുന്നത് അമിത്ഷാ ആയിരുന്നു. അന്ന് അദ്ദേഹം BJPയുടെ ദേശീയ പ്രസിഡൻ്റാണ്. അങ്ങനെ BJP അധികാരത്തിൽ വരുന്നു. നരേന്ദ്രമോദിക്ക് അത്ര തന്നെ താല്പര്യമില്ലാത്ത യോഗി ആദിത്യനാഥ് UPയിൽ മുഖ്യമന്ത്രിയാവും. അദ്ദേഹം RSSൻ്റെ നോമിനിയാണ് എന്നാണ് പറയുന്നത്. ഏതായാലും യോഗി ആദിത്യനാഥ് വരുന്നു. അദ്ദേഹം ക്രമസമാധാന പരിപാലനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പോൾ ഗുണ്ടകളെയും അതുപോലെ സാമൂഹ്യ വിരുദ്ധന്മാരെയൊക്കെ കാണുന്നിടത്ത് വെച്ച് വെടിവെച്ചില്ല, അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ നടത്തി അദ്ദേഹം അവിടെ സാമാന്യത്തിൽ പോപ്പുലറായി. അങ്ങനെ പോപ്പുലറായിട്ട് നെഞ്ചു പിടിച്ച് നിൽക്കുമ്പോഴാണ് അയോധ്യ കേസിൽ വിധി വരുന്നു. രാമക്ഷേത്രം പണിയുന്നു. ഈ പണി തീർത്ത രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു. അവിടേക്ക് ഭക്തന്മാർ പ്രവഹിക്കുന്നു. കോടിക്കണക്കിന് രൂപ ഈ ക്ഷേത്രം ട്രസ്റ്റിലേക്ക് വരുന്നു. അതിൽ നിന്ന് തരക്കേടില്ലാത്തൊരു സംഘപരിവാറുകാർ മോഷ്ടിക്കുന്നു. ഇത്ര കാര്യമുള്ളൂ. ക്ഷേത്ര ഭാരവാഹികൾ പണം മോഷ്ടിച്ചതല്ല, ഭഗവാനെ കൊള്ളയടിച്ചതുമല്ല. പ്രശ്നമായത് ഇത് പുറത്തറിഞ്ഞതാണ്. പുറത്തറിഞ്ഞപ്പോൾ നാണക്കേടായി. CPIക്കാർ മോഷ്ടിക്കുന്ന പോലെയോ CPIക്കാർ മോഷ്ടിക്കുന്ന പോലെയോ കോൺഗ്രസ്സുകാർ മോഷ്ടിക്കുന്ന പോലെ അല്ലല്ലോ. ഇത് മോഷണം നടത്തിയതാരാണ്? സംഘപരിവാറുകാരാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കേസെടുത്തു, അന്വേഷിക്കുന്നു, പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു, CBIക്ക് വിടും എന്ന് പറയുന്നു. ഇതിനൊക്കെ അപ്പുറത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളതല്ല. നമ്മളുടെ വിഷയം അതുമല്ല. നടക്കുമോ നടക്കാതിരിക്കട്ടെ, നമ്മുടെ രാജ്യത്ത് ഇത്രയൊക്കെ നടക്കുള്ളൂ. പക്ഷേ ഇത് UPയിൽ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് നമ്മുടെ വിഷയം. വെറും 6 മാസം അല്ലെങ്കിൽ 7 മാസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഈ BJPക്കാർ വോട്ട് ചോദിച്ചു കഴിയുമ്പോൾ ജനങ്ങൾ പാടില്ലേ, സ്വർണ്ണം കട്ടവരാരപ്പ, കാശ് കട്ടവരാരപ്പ, സംഘികളാണ് ഈ അയ്യപ്പ എന്ന് വിളിക്കും, സംഘികളാണ് ശ്രീരാമ എന്ന് പറയും. അതിനെ എങ്ങനെ യോഗി ആദിത്യനാഥിന് അതിജീവിക്കാൻ കഴിയും?
ഇതുപോലൊരു ധാർമ്മിക പ്രതിസന്ധി കൺമുമ്പിൽ നിൽക്കുമ്പോൾ RSSനെ എങ്ങനെ ഈ BJPയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ BJPക്ക് എങ്ങനെ RSSൻ്റെ പിന്തുണ സ്വീകരിക്കാൻ പറ്റും? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചോദ്യം. അപ്പോൾ ഇതിനുള്ള ഉത്തരവാണ് സത്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ളൊരു താക്കോൽ. ഇവിടെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ആകെ തോറ്റ് ഡിസ്ക്രെഡിറ്റഡായിട്ട് നിൽക്കുകയാണ്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയൊരു മേൽക്കോയ്മ കിട്ടിയില്ലെങ്കിലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കി. ഹരിയാനയിൽ, മഹാരാഷ്ട്രയിൽ, അത് കഴിഞ്ഞ് ബീഹാറിൽ, അതിനുശേഷം ആസാമിൽ, ബംഗാളിൽ, അങ്ങനെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത് ഇടിവെട്ട് പോലെ ഈ രാമക്ഷേത്രത്തിലെ കൊള്ള പുറത്തു വരുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതാണ് BJPയുടെ മുമ്പിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിനെ അതിജീവിച്ചില്ലെങ്കിൽ UP കൈവിട്ട് പോയാൽ എന്ത് സംഭവിക്കും? UP കൈവിട്ട് പോയാൽ പിന്നെ ഇന്ത്യ കൈവിട്ട് പോകും. ഡൽഹിയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ലക്നൗവിൽ കൂടിയാണ് എന്നുള്ളത് പ്രസിദ്ധമാണ്. UP പിടിച്ചാലേ ഇന്ത്യ പിടിക്കാൻ പറ്റും. അപ്പോൾ UP പിടിക്കാനുള്ള ശ്രമത്തെ ഈ രാമക്ഷേത്രത്തിലെ കൊള്ള എങ്ങനെ പുറകോട്ടടിക്കും, അത് ദേശീയ രാഷ്ട്രീയത്തെയും അതേ രീതിയിൽ സ്വാധീനിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്ന പ്രശ്നം ഇതാണ്. യോഗി ആദിത്യനാഥിനും BJPക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, വരുന്ന വിധാനസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം പെർഫോം ചെയ്യാൻ പറ്റും, എത്ര ശതമാനം വോട്ട് കിട്ടും, എത്ര സീറ്റുകൾ ജയിക്കാൻ പറ്റും, എങ്ങനെ ഭരണത്തിൽ തിരിച്ചു വരാൻ പറ്റും. തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ, തിരിച്ചു വരാൻ പറ്റുകയാണെങ്കിൽ തന്നെ ഭൂരിപക്ഷം എത്ര കിട്ടും? ചെത്ത് പാസ്സായിരിക്കും, അതോ 3/2 ഭൂരിപക്ഷമായിരിക്കും, മൃഗീയ ഭൂരിപക്ഷമായിരിക്കും, അത് വെറും കേവല ഭൂരിപക്ഷമായിരിക്കും? ഒന്നും പറയാറായിട്ടില്ല. അപ്പോൾ ഈ ഒരു ചോദ്യത്തെ ആശ്രയിച്ചിട്ടാണ് ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം എന്ന് മാത്രമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത്. ജയ് ഹിന്ദ്.